പേര് അർച്ചന നെറ്റോ. ഇതെൻ്റെ ഹസ്ബൻഡ് ജോൺ കേത്ത് നെറ്റോ. ഇത് ഞങ്ങളുടെ മകൻ അമ്മ മാതാവ് തിരുക്കുമാരിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്ന പൊന്നുമോൻ. അവൻ്റെ പേര് ആഡൻ. അഹറോൺ എന്ന നെയിമാണ് അവൻ ഇട്ടേക്കുന്നത്, ബൈബിളിലെ നെയിമാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എൻ്റെ ഞങ്ങൾക്ക് അമ്മ മാതാവ് തിരുക്കുമാരിലൂടെ പൊന്നുമോനെ നൽകിയ സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ അൾത്താരയിൽ ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിനായി വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കല്യാണം എന്ന് പറയുന്നത് ഞങ്ങൾ ലേറ്റ് മാരേജ് ആയിരുന്നു. 2019 ഞങ്ങളുടെ വിവാഹം. അപ്പോൾ സാധാ എല്ലാവരുടെയും പോലെ തന്നെ ഞങ്ങൾക്ക് 2019 നവംബറിലായിരുന്നു. അപ്പോൾ ഒരു ഫെബ്രുവരിയോടുകൂടി ഞാൻ പ്രഗ്നൻ്റ് ആയെങ്കിലും 6 മന്ത് ആയപ്പോൾ അത് അബോർട്ടഡായി. പക്ഷേ സാധാ റെഗുലറായിട്ടുള്ള ചെക്കപ്പുകളും സ്കാനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും 6 മന്ത് സ്കാനിങ്ങിന് ചെല്ലുമ്പോഴാണ് അറിയുന്നത് കുഞ്ഞ് ഡെഡായെന്നുള്ളത്. അപ്പോൾ തന്നെ ഡോക്ടർ എന്നെ DNCക്കാണ് നിർദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഡോക്ടറോട് സഡനായിട്ട് അങ്ങനെ കേട്ടപ്പോൾ, അതിപ്പോൾ എനിക്കെന്നല്ല, നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് പ്രഗ്നൻസി നമ്മൾ എന്തുമാത്രം പ്രതീക്ഷയോടുകൂടിയായിരിക്കും ഓരോരുത്തരും ഒരു കുഞ്ഞിന് വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ തന്നെ അങ്ങനെ വന്നെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഫസ്റ്റ് DNC പറയുമ്പോഴും അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അപ്പോൾ ഡോക്ടറോട് നമ്മൾ അപ്പോൾ തന്നെ റീസൺ ചോദിക്കുമ്പോൾ ഡോക്ടർ പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നില്ല. പക്ഷേ 100-ൽ ഒരാൾക്ക് സംഭവിക്കാം, അങ്ങനെ പറയുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ കറക്റ്റ് റീസൺ, പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു റീസൺ ആയിട്ടാണ് ഡോക്ടർ അവിടെ കണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് റീസൺ പറയുന്നപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ പറഞ്ഞു, അതെന്ത് ഡോക്ടറാ അത് 100-ൽ ഒരാൾക്ക് സംഭവിക്കുക, അങ്ങനെയാണോ നമ്മൾ റീസൺ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കിനി കാണിക്കുമ്പോൾ ആ ഹോസ്പിറ്റലിൽ പോകേണ്ട വേറെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ നിങ്ങൾ നോക്കി അവിടെ പോകും. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്കും അച്ഛനും അമ്മയും ഇല്ല, എൻ്റെ ഹസ്ബൻഡിനും ഇല്ല. അപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡിൻ്റെ ആയാലും ബാംഗ്ലൂർ, ചെന്നൈ ചേട്ടന്മാർ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒരു ബ്രദറുണ്ട്, അയാൾ വിവാഹം കഴിഞ്ഞ് അയാൾ ലണ്ടനിലാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലും ആരുമില്ല. അപ്പോൾ ഞങ്ങൾ ഇതിനൊക്കെ എന്തെങ്കിലും ഇതെടുക്കുമ്പോൾ ആൻറ്റിമാരുടെ അടുത്തൊക്കെ വിളിച്ചു നോക്കും. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, വേറെ ഏതെങ്കിലും ഡോക്ടറെ. അപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ് ഡോക്ടറെ ഇതിൻ്റെ റിസൾട്ട് ഇതെല്ലാം കാണിച്ചപ്പോൾ ഡോക്ടർ വേറൊരു ഡോക്ടറെ നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നു. അത് ഇവിടെ ഇരിക്കുന്ന മിക്കവർക്കും അറിയാൻ പറ്റും, ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ അടൂർ, അവിടുത്തെ ഡോക്ടറെയാണ്, പാപ്പച്ചൻ സക്കറിയ ഡോക്ടറെയാണ് നമുക്ക്, സിറിയക് ഡോക്ടറെയാണ് നമുക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ ഞങ്ങൾ ഇതിന് ശേഷം, അതായത് ഒരു 6 മന്ത് റെസ്റ്റിന് ശേഷം ഞങ്ങൾ അടൂരിലേക്കാണ് പോയത്. അടൂരിൽ ചെന്ന് ഫൈബ്രോയിഡ് ഫസ്റ്റ് റിമൂവ് ചെയ്തു. അപ്പോൾ ഫൈബ്രോയിഡ് ആണല്ലോ കാരണം പറയുന്നത്. അപ്പോൾ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പ്രഗ്നൻസിയിലോട്ട് അവിടുത്തെ ട്രീറ്റ്മെൻറ്റിലോട്ട്, ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ IVF ആണ് അവിടെ ഫസ്റ്റ് എഴുതുന്നതെങ്കിലും എനിക്ക് IVF-നോട് താല്പര്യമില്ല, മറ്റൊന്നുള്ള ഒരു പേടി, അങ്ങനെയുള്ള ആ ഒരു ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു IVF-ലോട്ടില്ല, അല്ലാതെ അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണം, ആഴ്ചയിൽ നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ അവിടെയും ഞങ്ങൾക്ക് ഫലമെന്ന് പറയുന്നത് ഫെയിലിയർ റിസൾട്ടാണ് അവിടെയും കിട്ടിയത്. പിന്നെ അവിടെയും ഞങ്ങൾ ഒരു 6 മന്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും കാശെല്ലാം പോകുന്നതല്ലാതെ വേറെ യാതൊരു ഫലവും അവിടെ കിട്ടുന്നില്ല. അതും കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 2021 പകുതിയോളമായി കാണും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് പ്രഗ്നൻസി ഇങ്ങനെ ആയപ്പോഴേ, ഫെയിലിയർ ആയപ്പോഴേ എന്നെ അറിയുന്ന ചേച്ചിമാർ പറയുന്നുണ്ട്, മോൾ ഇന്നടക്ക് കൃപാസനത്തിൽ പോകണം, അവിടെ അമ്മ മാതാവിൻ്റെ അടുത്ത് ചെന്ന് ഉടമ്പടി എടുത്താൽ മതി, അത് നടക്കുമെന്ന്. അപ്പോൾ ഞാൻ പറയുന്നത്, അതെന്താ, നമ്മളിവിടെയും ഉണ്ടല്ലോ അമ്മ മാതാവ്, വേളാങ്കണ്ണി അവിടെ കൊല്ലത്ത് അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മളെന്താണ് കൃപാസനത്തിൽ എല്ലാവരും സാധാ ഇവിടെ സാക്ഷ്യം പറയുന്ന എല്ലാവരും പറയുന്നത് പോലെ ഞാനും അതുപോലെ പറഞ്ഞു. പക്ഷേ അമ്മ മാതാവിനൊരു നിയോഗമുണ്ടായിരുന്നു. അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വന്ന് അമ്മ തന്നെ എനിക്കൊരു കുഞ്ഞിനെ തരണം. അമ്മ എന്നെ എപ്പോഴാണോ എന്നെ വിളിച്ചത്, അമ്മ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്, അല്ലാതെ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ വന്നത്. കാരണം അമ്മയ്ക്കൊരു നിശ്ചയമുണ്ടായിരുന്നു, അമ്മ തന്നെ ആ കുഞ്ഞിനെ തരണം. അപ്പോൾ അങ്ങനെ ഇരിക്കെ 8/8/2022 ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഇവിടെ ഉടമ്പടി എടുക്കാൻ ഫസ്റ്റ് വന്നു, ഞങ്ങൾ ഉടമ്പടി എടുത്തു. അപ്പം ഞാൻ ഹസ്ബൻഡ് അന്ന് വന്നില്ല, ഞാനും ആ ചേച്ചിയാണ് എന്നെ ഇവിടെ കൊണ്ടുപോകും. അപ്പോൾ ഹസ്ബൻഡ് പ്രൈവറ്റായിട്ടൊരു ജോബാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ലീവ് എടുക്കുക. അപ്പോൾ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഒത്തിരി ലീവ്, അത് തന്നെ ഒത്തിരി പാടുപെട്ടാണ് അവർ. അപ്പോൾ പിന്നെ ഉടനെ ഒരു ലീവ്. അപ്പോൾ ഞാൻ ആ ചേച്ചിയുമായിട്ടാണ് വന്നത്, ഞാനാണ് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഉടമ്പടി എടുത്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇവിടെ ഞാൻ സാക്ഷ്യങ്ങൾ ആ ചേച്ചി പറഞ്ഞതനുസരിച്ച് ആ ന്യൂൻ്റെ സാക്ഷ്യം കേൾക്കുന്നു. അപ്പോൾ കേൾക്കുമ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ എനിക്കും കിട്ടും എന്നുള്ള ആ ഒരു ഇതാണ്. പക്ഷേ ദൈവ നിശ്ചയം എന്ന് പറയുന്നത്, ദൈവ നിയോഗം എന്ന് പറയുന്നത് ദൈവഹിതം. പക്ഷേ ഞാൻ ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും എൻ്റെ ഇഷ്ടം, എനിക്ക് എന്നുള്ള ഒരു ഇതാണ്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം
ഞാൻ ഇനി എന്ത് സങ്കടങ്ങൾ, എന്ത് പ്രശ്നങ്ങൾ, എന്ത് തന്നാലും, കാരണം എനിക്കും എൻ്റെ അനിയൻ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ നഷ്ടപ്പെടുന്നത്, ആദ്യം അമ്മയെ നഷ്ടപ്പെട്ടു, പിന്നെ അച്ഛനെ നഷ്ടപ്പെട്ടു. അതെല്ലാം ഞാൻ ഓവർകം ചെയ്തു വന്നു. അന്നെല്ലാം ഈശോയാണ് അന്ന് കൂടെ കൂട്ടായിട്ട് ബൈബിളുമാണ് എൻ്റെ. പക്ഷേ ഇത്രയധികം ഞാൻ അതിൽ കൂടുതലായിട്ട് ആഴത്തിൽ ആയിരുന്നില്ല. പക്ഷേ ഉടമ്പടിയിലൂടെ എന്താണ് ബൈബിൾ, എന്താണ് വചനം, ആ വചനം ദൈവനാമം, നമ്മൾ ബൈബിളിലെ ഓരോ വാക്യങ്ങളും എന്ന് പറയുന്നത് ദൈവം നമ്മളോട് വചനത്തിലൂടെ അരുൾ ചെയ്തതാണ്. നമ്മളുടെ എന്ത് നിയോഗം, നമ്മളുടെ എന്ത് വിഷമഘട്ടങ്ങൾ അല്ലെങ്കിൽ സന്തോഷമാകട്ടെ, എന്താകട്ടെ, അച്ഛൻ ഇപ്പോൾ ഈ ഇടയ്ക്കുള്ള ധ്യാനത്തിലൂടെ ടോക്കിലൂടെയാണ് അച്ഛൻ പറയുന്നത്, നമ്മൾ ഫസ്റ്റ് മനസ്താപ പ്രകരണം ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലിയതിന് ശേഷം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മനസ്സിൽ ആഗ്രഹിച്ചിട്ട് ബൈബിൾ തുറക്കും. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കും ഈശോ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ അതുവരെ ഞാനും ബൈബിൾ തുറക്കുന്നു. അപ്പോൾ ബൈബിൾ എടുക്കുമ്പോഴത്തേക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി ബൈബിൾ. പക്ഷേ ഇപ്പോൾ മനസ്താപ പ്രകരണം, വിശ്വാസ പ്രമാണം, പക്ഷേ അത് നമ്മൾ എന്താണോ നമ്മളുടെ മനസ്സിലുള്ളത്, നമ്മൾ അറിയുന്നതിന് മുന്നേ നമ്മളെ അറിയുന്ന ദൈവമാണ് നമ്മളുടേത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ ഉടമ്പടി എടുത്തു. 2022 ഉടമ്പടി എടുത്തതിന് ശേഷം ആ ടൈമിൽ ഉടമ്പടിയിൽ ഇരിക്കെയാണ് എൻ്റെ ഹസ്ബൻഡിന് പ്രൈവറ്റ് ജോബെന്ന് ഞാൻ പറഞ്ഞത്, ആ ജോബ് നഷ്ടപ്പെടുന്നത്. പക്ഷേ ജോബ് നഷ്ടപ്പെട്ടെങ്കിൽ 5 മാസത്തോളം ജോലിയില്ലാതെ വീട്ടിലായിരുന്നു. പക്ഷേ എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നിനും ഒരു മുട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു ഇതോ ഇല്ല. ഞങ്ങൾ പോലും അറിയുന്നില്ല. സാധാ എങ്ങനെയാണ് അതുപോലെ ഓരോ ദിവസവും പോയി. യാതൊരു വിഷമങ്ങളും തമ്പുരാൻ കർത്താവ് നമുക്ക് തന്നിട്ടില്ല. 1 രൂപയ്ക്ക് വേണ്ടി ഒരാളുടെ ഒന്നിനും ഞങ്ങൾക്കൊരു കുറവ് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ അച്ഛൻ ഇവിടെ ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ വരും. അപ്പോൾ ആ പരീക്ഷണങ്ങൾ നമുക്ക് ദൈവം തരുന്നത് നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പോകുമോ അതോ ദൈവത്തോട് ഒന്നും കൂടെ അടുക്കുമോ അതറിയുന്നതിലൂടെ ദൈവം നമുക്ക് പരീക്ഷണങ്ങൾ തരും. പക്ഷേ ദൈവം ഓരോ പരീക്ഷണങ്ങൾ തരുമ്പോഴും, കാരണം ഹസ്ബൻഡിൻ്റെ ഒരു ജോബിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചും ഹസ്ബൻഡിന് ജോബ് നഷ്ടപ്പെട്ട ആ ഒരു പീരീഡിൽ, അതായത് 8/8/2022 ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഒരു 2020, അതായത് ഫസ്റ്റ് ഉടമ്പടി ഞാൻ പുതുക്കി കഴിഞ്ഞതിന് ശേഷം 2023, അപ്പോൾ 2023 എന്ത് ചെയ്യുന്നത്, അതായത് ഇവിടുത്തെ അമ്മമാതാവിൻ്റെ ജപമാല റാലിയിൽ ആദ്യത്തെ റാലിയിൽ പങ്കെടുക്കുക. അതും എനിക്ക് അത്ഭുതമാണ്. കാരണം ഞാൻ ആ റാലിയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ഇത്രയും ദൂരം, അപ്പോൾ അന്ന് ഹസ്ബൻഡ് വന്നിട്ടില്ല, ഞാനാണ് ഹസ്ബൻഡ് അവിടെ ലീവ് കിട്ടിയിരുന്നില്ല. അപ്പം ഞാൻ എന്ത് തന്നെയായിരുന്നു അപ്പം ഞാൻ എൻ്റെ അയലത്തോടെ ഒരു ആൻറ്റിയെ ഒരു ചേച്ചി എൻ്റെ കൂട്ടിനെ വിളിച്ചു. കാരണം ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരുപാട് ലേറ്റ് ആകും. പക്ഷേ എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുത്തുകൊണ്ട് അമ്മമാതാവിനോട് വേറെ ഒന്നും ചോദിക്കാതെ കുഞ്ഞിന് മാത്രം വേണ്ടി പ്രാർത്ഥിച്ച് ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു. പക്ഷേ ആ ജപമാല റാലി പങ്കെടുത്തതിന് ശേഷമാണ് ഞാൻ ആദ്യം പ്രഗ്നൻ്റ് ആകുന്നതെങ്കിൽ പോലും, പക്ഷേ അത് വളരെ കാലം നിന്നില്ല, 11 ആഴ്ച. അപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു, കാരണം ഉടമ്പടി എടുത്തു എനിക്ക് കുഞ്ഞിനെ കിട്ടിയല്ലോ എന്നുള്ളത് വെച്ച്. പക്ഷേ 11 ആഴ്ചയായപ്പോഴേക്കും പഴയതുപോലെ തന്നെ അത് അബോർഷൻ. അപ്പോൾ അബോർഷൻ ആകുമ്പോൾ എപ്പോഴും അബോർഷൻ ആകുന്നതെന്ന് പറയുന്നത് സ്കാനിങ് റിസൾട്ട് വരുമ്പോഴായിരിക്കും ഡോക്ടറും റിസൾട്ട് കണ്ടിട്ടായിരിക്കും പറയുന്നത്. അതുവരെ എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അതിൻ്റെ സിംറ്റംസോ ഒന്നും കാണില്ല. അപ്പോൾ ഡോക്ടർക്ക് ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ 11 ആഴ്ച അബോർഷൻ ആയതിന് ശേഷം ഡോക്ടറൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടറും കൈമലർത്തി. ഡോക്ടർക്കും അറിയത്തില്ല ഇത് എന്താ കാരണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇനി ഞാൻ അപ്പോൾ ഞാൻ അവിടെ നമ്മൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ട്രീറ്റ്മെൻറ്റ് ഒന്നിനും ചിലവാക്കില്ല. ഞാൻ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചു. എൻ്റെ ദൈവത്തിന് ഹിതമാണെങ്കിൽ മാത്രം എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ. അതുപോലെ തന്നെയാണ് ആ കുഞ്ഞിനെ തന്നെങ്കിൽ 11 ആഴ്ച മാത്രമേ. പക്ഷേ അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ദൈവം ആ 11 ആഴ്ചയിൽ ആ കുഞ്ഞിനെ തിരിച്ചെടുക്കാനിടയാ. കാരണം ഞാൻ ദൈവത്തോട് ഒന്നുകൂടി ദൈവത്തെ കൂടുതൽ അറിയാൻ വേണ്ടി ദൈവത്തോട് ചേർന്നിരിക്കുക. നമ്മൾ ദൈവത്തോട് ചേർന്നിരുന്നു കഴിഞ്ഞാൽ ദൈവം നമ്മോടും ചേർന്നിരിക്കും, നമ്മൾ പോലും അറിയാതെ. അടുത്ത പ്രഗ്നൻസി വന്നപ്പോൾ ഡോക്ടർ സ്കാനിങ് റിപ്പോർട്ട് സ്കാനിങ്ങിന് അയക്കുന്നതിന് മുന്നേ ആ ചീട്ടുമായിട്ട് ഞാൻ ഇവിടെ വന്നു. അപ്പോൾ പിറ്റേന്ന് DNC ചെയ്യണമെന്നാണ് പറഞ്ഞതെങ്കിൽ ഞാൻ നേരെ ഇവിടെ വന്നു, അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ പേടിക്കണ്ട, 8ാം മാസത്തിൽ നീ ഒരു കുഞ്ഞിന് ജന്മം നൽകുക. അത് കേട്ടപ്പോൾ എനിക്ക് പിന്നെ വേറൊന്നും വേണ്ട, ഓക്കെ ശരി. അപ്പോൾ ഈ കുഞ്ഞ് പോയാലും, കാരണം ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്, അബോർഷനായ കുഞ്ഞുങ്ങൾ പോലും ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ദൈവഹിതത്താൽ അവർക്ക് ആ കുഞ്ഞിനെ കിട്ടുന്നതായിട്ട്. അതുകൊണ്ട് ഞാനത് ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചാണ് ഞാൻ ഓടി ഇവിടെ വന്നത്. പക്ഷേ അച്ഛൻ പറഞ്ഞു അത് വേണ്ട, അടുത്ത കുഞ്ഞിനെ ദൈവം നിനക്ക് തന്നിരിക്കും, അമ്മ മാതാവ് നിനക്ക് തന്നിരിക്കും,
ആ കുഞ്ഞിനെയും കൊണ്ടുപോയി സാക്ഷ്യം പറയണം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ പിറ്റേന്ന് ചെയ്യുന്നു. എൻ്റെ DNC ഒക്കെ കഴിഞ്ഞു. അപ്പോൾ DNC കഴിയുന്നതിന് അന്നത്തെ രാത്രി ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. കാരണം ആ കുഞ്ഞിന് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല, ചെവി കുറച്ച് ഇതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എന്തൊക്കെ. അപ്പോൾ അത് ദൈവഹിതമല്ല. കാരണം ദൈവം തരുന്നെങ്കിൽ പൂർണ്ണമായതേ നമുക്ക് തരുത്തുള്ളൂ. അപ്പോൾ ഞാൻ ആ ദൈവഹിതത്തോട് ചേർത്ത് വെച്ചപ്പോൾ എനിക്ക് അവിടെ വിഷമങ്ങളോ സങ്കടങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ഡോക്ടറെ അടുത്ത് പോകുമ്പോഴെല്ലാം എൻ്റെ ഉടമ്പടി കാശ് രൂപം എൻ്റെ കൂടെ കാണും. അപ്പോൾ ഡോക്ടർ തിരക്കുമ്പോൾ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് പോലും ചെയ്യാതെ കുഞ്ഞിനെ കിട്ടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, അർച്ചന നിനക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് പോലും ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞു, അതെനിക്ക് അമ്മ മാതാവ് തന്നെയാ ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അപ്പോൾ അങ്ങനെ ശരി എന്നൊക്കെ അർച്ചനയുടെ വിശ്വാസം. ഞാൻ പറഞ്ഞു, അർച്ചനയുടെ വിശ്വാസമല്ല, സത്യമാണ്, സത്യമായ കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനെ 2 ട്രിപ്പ് അബോർഷൻ ആയതുകൊണ്ട് ഡോക്ടർ എനിക്ക് റെസ്റ്റ് പറഞ്ഞു. സ്റ്റിച്ച് 3-ാം മാസമായപ്പോൾ സ്റ്റിച്ച് ഇടണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഈ ഓരോ ട്രിപ്പിൽ ഡോക്ടറെ കാണാൻ പോകുമ്പോഴും സ്കാനിങ്ങിന് ചെല്ലുമ്പോഴും എല്ലാം കാശ് രൂപം, ഉടമ്പടി തൈലം, വയറ്റിൽ പുരട്ടി രാവിലെ പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പ് ഇതെല്ലാം ആയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ ഫസ്റ്റ് സ്കാനിങ് റിസൾട്ട് ഇത് വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് സ്കാനിങ് റിപ്പോർട്ട് വന്നു. അപ്പോൾ അതിനകത്ത് ആ റിപ്പോർട്ട് വന്നപ്പോൾ റിപ്പോർട്ടിനകത്ത് ഡേറ്റ് എന്ന് പറയുന്നത് 8/8/2024. അപ്പോൾ ഞാൻ അന്ന് ശ്രദ്ധിച്ചില്ല. വീട്ടിൽ ചെന്നത് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി അച്ഛനും ഇവിടെ പറഞ്ഞത് 8-ാം മാസത്തിൽ നീ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും 8-ാം മാസത്തിൽ അപ്പം ഞാൻ വെച്ച് 8 മന്തിലാകുക ഓഗസ്റ്റ് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ അങ്ങനെ ഇരിക്കെ അപ്പം ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് 3 മണിക്ക് എഴുന്നേറ്റ് 3 മണിക്ക് എഴുന്നേറ്റ് സമ്പൂർണ്ണ ജപമാല പ്രാർത്ഥിക്കും, കൊന്തച്ചോലും അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 33 പ്രാവശ്യം തിരുക്കുമാരൻ്റെ തിരുവയസ്സോട് ചേർത്ത് വെച്ചുകൊണ്ട് 33 പ്രാവശ്യം അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അതുപോലെ തന്നെ അതേ സമയം തന്നെ അമ്മമാതാവിൻ്റെ ആ ഉടമ്പടി തൈലവും അതെല്ലാം ഞാൻ എൻ്റെ വയറ്റിൽ പുരട്ടിയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അപ്പോൾ ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും ടെൻഷനാണ്. ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടി എല്ലാം ചെയ്തിട്ടാണ് പോകുന്നത്. എന്നാലും അവിടെ ചെന്നിട്ടും സ്കാനിങ് റൂമിലോട്ട് കയറുമ്പോഴും അവിടെ ഉടമ്പടി ഉപ്പ് ഇട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ആ ടേബിളിൽ കിടക്കുമ്പോഴും എല്ലാം എനിക്ക് ഓരോ ഇതിന് പോകുമ്പോഴും എനിക്കൊരു ഉള്ളിലൊരു ഭയമാണ് ഇതിൻ്റെ റിസൾട്ടിന് എന്താ. കാരണം എപ്പോഴും സ്കാനിങ് റിപ്പോർട്ട് വരുമ്പോഴാണല്ലോ ഫെയിലിയർ ആകുന്നത്. പക്ഷേ എന്നിരുന്നാലും ദൈവഹിതം എന്താണോ അതെനിക്ക് എന്തായാലും കുഞ്ഞിനെ എനിക്ക് നഷ്ടമായാലും എനിക്ക് കിട്ടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ മനുഷ്യർ ബലഹീനരാണല്ലോ. ചില സമയത്ത് നമ്മൾ തിരിച്ചും ചിന്തിക്കാം. ആ ഒരു ഇത് അത്രയോ എനിക്കും അവിടെ വന്നുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും ഓരോ സ്കാനിങ് റിപ്പോർട്ടുകളും എനിക്ക് അത്യധികം സന്തോഷം ഉളവാക്കുന്നതായിരുന്നു. അപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞു, അഥവാ 8 മാസം വരെ ആകുകയാണെങ്കിൽ അർച്ചന, അഥവാ നമുക്ക് 8 മന്ത് വരെ നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് സിസേറിയൻ ചെയ്താണെങ്കിൽ അർച്ചനയ്ക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ പക്ഷേ എനിക്ക് അമ്മ മാതാവ് ഇവിടെ പറഞ്ഞ ഡേറ്റ് എൻ്റെ മനസ്സിലുണ്ട്, ഓഗസ്റ്റിലാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഹസ്ബൻഡ് ഞങ്ങൾക്ക് അമ്മയും 2 പേർക്കും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഒരു ജൂലൈ 15 കൂടി എനിക്ക് ഞങ്ങൾക്ക് ഒരു ഇതിൻ്റെ സിംറ്റംസും പെയിൻസും കാര്യങ്ങളും ഒക്കെ വന്നു. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് എനിക്ക് 15-ാം തീയതി തന്നെ ജൂലൈ 15-ാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ദൈവം ഓരോന്നിനും ഞങ്ങൾക്ക് മുന്നേ ഞങ്ങളറിയാതെ ഓരോരുത്തരെയും, കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൂടെ നിൽക്കാൻ വ്യക്തികൾ എനിക്ക് ഒരു ചേച്ചിയില്ല, അതിന് സഹോദരി. അപ്പോൾ അങ്ങനെയുള്ളൊരു വന്നപ്പോൾ അവിടെയും ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഞങ്ങൾക്ക് മുന്നേ പ്രവർത്തിച്ചു. ഒരു ആൻറ്റിയെ ഒരു സിസ്റ്റർ ആൻറ്റിയെ തന്നു. ആൻറ്റി ഞങ്ങൾക്ക് 1 മാസം ഹോസ്പിറ്റലിൽ ഞങ്ങളെ കൂടെ, പിന്നെ വീട്ടിൽ 1 മാസത്തോളം കുഞ്ഞിനെ എന്നെ നോക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം ദൈവം. അപ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് പറയും, പ്രാർത്ഥിക്കും, മാതാവേ ഞങ്ങൾക്ക് ആരുമില്ല, നീ വേണം ഞങ്ങളോട് കൂടെ വരണം. എന്തിന് പുറത്തോട്ട് ഇറങ്ങി, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആയാലും ഹോളിൽ ഈശോയുടെയും മാതാവിൻ്റെ രൂപം ഇരിപ്പുണ്ട്. അവിടെ മാതാവ് എന്തിനാലും എൻ്റെ ഇടതും വലതുമായിട്ട് നിങ്ങൾ 2 പേരും എവിടെ പോകാനിറങ്ങിയാലും വീട്ടിലായാലും എപ്പോഴും ഏത് മണിക്കൂറിൽ ഏത് സമയത്തും ഏത് നേരത്തും മാതാവിനോട് ഈശോയോടും കൂടെ കൂട്ടുപിടിച്ചാണ് ഞാൻ. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആൻറ്റിയെ തന്നു. അപ്പോൾ അവിടെയും ഞങ്ങൾക്ക് പ്രശ്നങ്ങളില്ലാതെ അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഞാൻ ഈ ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ്, മാതാവിൻ്റെ ഫോട്ടോ ഇതെല്ലാമായിട്ടാണ് ഞാൻ കാശ് രൂപ ഇതെല്ലാമായിട്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ റൂമിൽ, ഞാൻ കിടക്കുന്ന റൂമിൽ മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇത് ഉടമ്പടി തൈലം. അപ്പോഴത്തേക്കും 16-ാം തീയതി എനിക്ക് സിസേറിയനുള്ള ഡേറ്റ് ഇട്ടു. അപ്പോൾ 16-ാം തീയതി ലേബർ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകുമ്പോഴും ഞാൻ ഇതെല്ലാം എൻ്റെ കയ്യിൽ കരുതി. അപ്പോൾ അതിൻ്റെ തിയേറ്ററിൻ്റെ വാതിലെത്തിയപ്പോൾ അടുത്ത് സിസ്റ്റർ പറഞ്ഞു, മോളെ ഇത് കയ്യിൽ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അഥവാ മോളെ കയ്യിൽ നിന്ന് കൈവശം വന്നുപോയാൽ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും, എന്നാൽ ഞാൻ ഇത് മാതാവിൻ്റെ രൂപം ഞാൻ കാശ് രൂപം ഞാൻ കൊണ്ടുപോകുന്നില്ല, കാരണം എനിക്ക് ഉപ്പ് ഇത്. അപ്പം പറഞ്ഞ് അത് കയ്യിൽ വെച്ചു. അപ്പോൾ ഞാനും ചിന്തിച്ചു, അഥവാ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കൈമോശം വന്നപ്പോൾ അത് അതിലും വലിയ വിഷമമാകുമല്ലോ, കാരണം ഞാൻ അത്ര നിധി പോലെയാണ് ഞാനിത് കരുതുന്നത്. അപ്പോൾ
ഇത് കഴിഞ്ഞു, സിസേറിയൻ കഴിഞ്ഞു. അപ്പോൾ സിസേറിയൻ കഴിഞ്ഞു ആ ഒരു സമയത്ത് മാത്രമാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണുന്നത്. പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല. 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണുന്നത്. കാരണം അത്രയും ആഗ്രഹിച്ചിരുന്ന് കിട്ടിയ കുഞ്ഞാണ്. അവനെ ഞാൻ 10 ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോന് ജനനത്തോടു കൂടി അവന് ബ്രീത്തിങ് പ്രോബ്ലം, അതായത് സാധാ കുഞ്ഞുങ്ങൾ ബ്രീത്ത് ചെയ്യുന്നതിനേക്കാൾ ഓവറായിട്ട് അവൻ ബ്രീത്ത് ചെയ്യുമായിരുന്നു, റെസ്പിറേറ്ററി പ്രോബ്ലംസ്. അപ്പോൾ അവനെ വെന്റിലേറ്ററിലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഡെലിവറി കഴിഞ്ഞ് പോസ്റ്റ് വാർക്ക് കിടക്കുമ്പോൾ ചോദിക്കും, കുഞ്ഞിനെ തിരക്കുമ്പോഴത്തേക്ക്, കാരണം എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കിടക്കുന്ന പേഷ്യൻസിൻ്റെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനായിട്ട് കൊണ്ടുവരും. എൻ്റെ കുഞ്ഞിനെ മാത്രം കൊണ്ടുവരുന്നില്ല. അപ്പോൾ എനിക്ക് അപ്പോൾ എൻ്റെ മനസ്സിൽ 2 ട്രിപ്പ് ഇങ്ങനെ വന്നതുകൊണ്ട് എനിക്കതൊരു എന്നിട്ട് ഞാൻ അപ്പം പറയും, സിസ്റ്റർമാരും പറയും അത് കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിനെ ICUയിലുണ്ട്, അർച്ചന പിന്നെ ഡിസ്ചാർജ് റൂമിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് കാണാൻ പറ്റും, വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമെങ്കിൽ പോലും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എൻ്റെ കുഞ്ഞ് ഓരോരുത്തർ ഫീഡ് ചെയ്യാൻ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോഴും ഞാൻ നോക്കി എൻ്റെ കുഞ്ഞാണോ എന്നുള്ളത്. പക്ഷേ പിറ്റേന്നായപ്പോൾ എന്നെ റൂമിലോട്ട് മാറ്റി. റൂമിൽ പക്ഷേ മോനെ കൊണ്ടുവന്നില്ല. അങ്ങനെ ഞാൻ റൂമിൽ പ്രശ്നമായി. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, കുഞ്ഞിന് 2 ദിവസം കഴിയുമ്പോൾ, ഓരോ ദിവസം ഞാൻ ചോദിക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ കൊണ്ടുവരും. പക്ഷേ ഇവരെല്ലാവരും എന്നിൽ നിന്ന് മറച്ചു വെച്ചിരുന്നതാണ് കുഞ്ഞിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളത്. അപ്പോൾ 2 ദിവസമായി, 3 ദിവസമായി, 4 ദിവസം. അപ്പോൾ ഓരോ ദിവസവും ഞാൻ രാത്രിയിൽ ഇരുന്ന് ഞാൻ പറഞ്ഞു, ഞാൻ കൂടെ കാശ്രൂപവും മാതാവിൻ്റെ ഫോട്ടോ ഇതെല്ലാം കൂടെ രാത്രിയെല്ലാം ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മാതാവേ, സങ്കീർത്തനങ്ങൾ 127:3 പറയുന്നുണ്ട്, കർത്താവിൻ്റെ ദാനമാണ് ഉദരഫലം. അപ്പോൾ അത് ദാനമായി തന്നത് നീ തിരിച്ചെടുക്കരുത്, എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു വേണമെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് രാത്രി മുഴുവൻ അല്ലെങ്കിൽ ഞാൻ സിസേറിയൻ ചെയ്ത് കിടക്കുക. അതൊന്നും ഞാൻ ചിന്തിച്ചു. ഞാൻ എൻ്റെ അമ്മ മാതാവിനോട്, ഈശോയോട് ഞാൻ മുട്ടിപ്പായി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ കരഞ്ഞു എൻ്റെ കുഞ്ഞിനെ. കാരണം ഞങ്ങൾക്കോ അമ്മയച്ഛനും ഇല്ല, ഞങ്ങൾക്ക് താലോലിക്കാൻ, ഞങ്ങൾക്ക് ഓമയ്ക്കാൻ ഒരു കുഞ്ഞിനെ തന്നിട്ട് അത് തിരിച്ചെടുക്കരുത്. എനിക്ക് കുഞ്ഞില്ലാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. എനിക്ക് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കുഞ്ഞുമായിട്ട് ഞാൻ തിരിച്ചു. എൻ്റെ മോൻ ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു ആപത്തും കൂടാതെ എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് ഞാൻ രാത്രി പ്രാർത്ഥിച്ചു. ആ രാത്രിയിൽ ഞാൻ സ്വപ്നം കാണുന്നുണ്ട്, എൻ്റെ അമ്മ മാതാവ് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കാൽപാദത്തിൻ്റെ അവിടുന്ന് അമ്മയുടെ ഇവിടെ ഇരിക്കും ഈ സ്റ്റാച്ചു, ഇതേ രൂപം തന്നെയാണ്. അമ്മ മാതാവ് ഉയർന്നു പോകുന്ന മോൻ കിടക്കുന്നത്, ഞാൻ കിടക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഞാൻ 7-ലും കണ്ട. അപ്പോൾ അതിൻ്റെ 10-ലോ കണ്ട മോൻ്റെ റൂം ICU വരുന്നത്. ആ മുകളിലോട്ടാണ് അമ്മ മാതാവ് ഉയർന്നു പോകുന്നത്. അതിന് ശേഷം കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലാണ്. പക്ഷേ ഈശോയുടെ ആണിപ്പഴുതുള്ള കൈയാണ് ഞാൻ കാണുന്നത്. ഈശോയുടെ ആണിപ്പഴുതുള്ള കയ്യിൽ ആ ആണി തുളച്ചേറിയ ആ ഒരു ഹോൾ, അതിലൂടെ ഈശോയുടെ തിരുമുഖം ഞാൻ കാണുന്നുണ്ട്. എന്നിട്ട് ഈശോയും എൻ്റെ കാൽപാദത്തിൻ്റെ അവിടെ നിന്നിട്ട് ഈശോയുടെ ആ രൂപവും അവിടുന്ന് ഉയർന്നു പോകുന്നത്, അതും പോകുന്നത് മോൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ഞാൻ ആ സ്വപ്നം കണ്ട് ഞാൻ ഞെട്ടി ഉണർന്നു. അപ്പോൾ എനിക്ക് സമാധാനം. പിന്നെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചില്ല. കാരണം എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും എൻ്റെ കൂടെ തന്നെയുണ്ട്. അമ്മയും ഈശോയും മോൻ്റെ അടുത്ത് പോയിട്ട് ഇനി ഞാനെന്താ പേടിക്കാൻ. അപ്പോൾ പിറ്റേന്നപ്പോൾ ഹസ്ബൻഡിനെ ഡോക്ടറെ വിളിപ്പിച്ചു. അപ്പോൾ പറഞ്ഞു, പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല, മോനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാം, ICUയിലോട്ട് നമ്മൾ ഒബ്സർവേഷനിലിട്ടേക്കും. അപ്പം ഹസ്ബൻഡ് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന കണക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ എനിക്കതറിയായിരുന്നു ഇന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. കാരണം അമ്മ മാതാവ് ഈശോ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ മോൻ്റെ അടുത്ത് പോകുന്നത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ മോനുമായിട്ട് ഡിസ്ചാർജായി വീട്ടിൽ വന്നു. പിന്നെ ഇന്ന് ഈ നിമിഷം വരെ മോന് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളോ യാതൊന്നുമോ മകനുമില്ല. ഞങ്ങൾ നല്ല സന്തോഷവും അമ്മ മാതാവ് തന്ന മോനുമായിട്ട് യാതൊരു കുഴപ്പവുമില്ല, സന്തോഷത്തോടു കൂടി ദൈവത്തിനും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചതിന്. അതുപോലെ തന്നെ എനിക്ക് അടുത്ത് പറയാനുള്ളതെന്ന് പറയുന്ന സാക്ഷ്യം എന്ന് പറയും, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. അതാണ് എൻ്റെ ആത്മാവ് എന്ന് പറയുന്ന സാക്ഷ്യമാണ് എൻ്റെ കുഞ്ഞിനെ എൻ്റെ അമ്മ മാതാവ് ഈശോ എനിക്ക് തന്നത്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഉടമ്പടിയിൽ ഇരിക്കെ തന്നെ ഞാൻ ഈ DNC 2ാമത് ചെയ്യുന്ന ടൈമിൽ ഹസ്ബൻഡിന് ഉള്ള ജോലി നഷ്ടമാവുകയാണ്, 5 മാസം വരെ. അപ്പോൾ ആ സമയത്തും ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും അച്ഛനെ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അച്ഛനൊരു കാശ് രൂപ തന്നിരുന്നു അമ്മ മാതാവിൻ്റെ. അതിനുശേഷം ഹസ്ബൻഡ് ഇൻ്റർവ്യൂവിന് പോവുകയും അത് സാധാ ഇരുന്ന ജോലിനേക്കാൾ ഉയർന്ന ശമ്പളത്തോടു കൂടി ഒരു ജോലി നൽകി അമ്മ മാതാവും തമ്പുരാനും അനുഗ്രഹിച്ചു. ഇനി അടുത്തത് എനിക്ക് സാക്ഷ്യം പറയാനുള്ളതെന്ന് പറയുന്നത് എൻ്റെ വസ്തു സംബന്ധമായിട്ടൊരു സാക്ഷ്യമാണ്. കാരണം വെച്ചാൽ നിലം പുരയിടമാക്കാം. നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ ഗവൺമെൻറ്റിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ നാളെ നടക്കാനുള്ളതാണെങ്കിൽ അവർ പറയും മറ്റന്നാൾ വാ, അല്ലെങ്കിൽ അടുത്ത മാസം വാ, ഇപ്പോൾ പറ്റത്തില്ല എന്ന്. അതുപോലെ തന്നെ അവർ എന്നോടും പറഞ്ഞു, ഇതിപ്പോൾ ഒന്നും നടക്കില്ല, ഒരു 1.5 വർഷം കഴിയും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് പറ്റത്തില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് അത് പറ്റത്തില്ല കേട്ടോ, ഇയാളെ കഴിയും മുന്നേ തന്ന ഒരു ആപ്ലിക്കേഷനൊക്കെ ഇവിടെ കിടക്കും, അപ്പോൾ ഇങ്ങനെ ഇയാൾക്ക് തരുന്നത്. ഞാൻ പറഞ്ഞു ശരി. അതിന് ഞാൻ പോയില്ല, അവിടെ തന്നെ ഇരുന്നു. പക്ഷേ ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ കാശ് രൂപം കാണും, ഉടമ്പടി ഉപ്പും കാണും. ഇതിലൊക്കെ ഉപരി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ച് ഈശോ മാതാവിനോട് ചോദിച്ചിട്ടല്ലാതെ ഉൽപ്പത്തി 24:42 പ്രാർത്ഥിച്ചല്ലാതെ ഞാൻ എങ്ങും ഇറങ്ങില്ല. അപ്പോൾ ഞാൻ അവിടെ വൈകുന്നേരം വരെ അവിടെ നിന്ന് ഞാൻ എന്നാണോ ഞാൻ അവിടെ ഫസ്റ്റ് വില്ലേജിൽ കാല് കുത്തുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി
ആ വില്ലേജ് ഓഫീസർ അന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വീട്ടിന് അവിടെ കൊണ്ടുവന്ന് വസ്തു അതെല്ലാം കാണിച്ചു. പിറ്റേന്ന് അപ്പോൾ എന്നിട്ടും അവർ അത് നീക്കിയിട്ടില്ല. പിറ്റേന്ന് ഞാൻ അവിടെ വില്ലേജ് ഓഫീസിൽ വന്നു. വീണ്ടും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥന ഫലമായിട്ട് അവിടെ നിന്ന് എനിക്ക് ആ പേപ്പർ പെട്ടെന്ന് കിട്ടുകയും അതും കൊണ്ട് ഞാൻ ഇവിടെ കളക്ട്രേറ്റിൽ വരികയും, കളക്ട്രേറ്റിലും എനിക്ക് ഇതുപോലെയായിരുന്നു. ഇയാൾക്ക് മുന്നേ വന്നതൊക്കെ ഇവിടെ കിടപ്പുണ്ട്, ഇതെങ്ങനെ നടക്കും. അവിടെയും ഞാൻ എൻ്റെ ഈശോയെ, എനിക്ക് വേറെ ആരും ഇല്ല, അപ്പം ഞാൻ എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവിനും തന്നെയാണ് ഞാൻ കൂട്ടുപിടിച്ച് പോകുന്നത്. അവിടെയും ഞാൻ എൻ്റെ ഈശോയെ എൻ്റെ അമ്മ മാതാവിനെ മുന്നേ വിട്ടു. സഞ്ചാരി മാതാവാണ് ഞാൻ. വീട്ടിൽ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ പോലും പ്രാർത്ഥിക്കുന്ന വെച്ചാൽ, സഞ്ചാരി മാതാവേ, നീ കൃപാസനത്തിൽ നിന്ന് ഇറങ്ങി സഞ്ചരിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് എന്നെക്കാളും മുന്നേ ഞാൻ എന്ത് നിയോഗത്തിനാണോ ഇന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുന്നത് അവിടെ വന്ന് നീ അതെല്ലാം ക്ലിയർ ചെയ്ത് എനിക്ക് തരണം അമ്മയെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ചെല്ലുന്നതിന് മുന്നേ എനിക്കുള്ള കാര്യങ്ങളെല്ലാം അമ്മ മാതാവ് അവിടെ ഒതുക്കി കഴിയും. അപ്പോൾ അതിനുശേഷം ആ കളക്ടറേറ്റിൽ നിന്ന് എനിക്ക് താമസിച്ച് കിട്ടാമെന്ന് പറഞ്ഞ ആ പേപ്പർ അത് എനിക്ക് അവിടെ നിന്ന് കിട്ടുകയും അതുപ്രകാരം എനിക്ക് ഞാൻ തിരിച്ചത് വില്ലേജിൽ കൊണ്ട് കൊടുക്കുകയും, അപ്പോൾ വില്ലേജിൽ നിന്ന് എനിക്ക് പറഞ്ഞ് അവർ 1.5 വർഷം എന്ന് പറഞ്ഞ കാര്യം എനിക്ക് 3 മാസം കൊണ്ട് അമ്മമാതാവ് തിരുക്കുമാരനിലൂടെ എനിക്ക് നേടിത്തന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഹോസ്പിറ്റലിൽ പോയി ആളുകളെ കാണുക, രോഗികളെ കാണുക, സന്ദർശിക്കുക, അവർക്ക് ആഹാരം വാങ്ങിക്കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വഴിയരികിലിരിക്കുന്ന ഭിക്ഷ യാചിച്ചിരിക്കുന്ന അവർക്ക് ആഹാരം വാങ്ങിക്കൊടുക്കുക. അതുപോലെ വസ്ത്രങ്ങൾ കൊടുക്കുക. വീട്ടിൽ വരുന്നവർ എന്തെങ്കിലും അഗതി മന്ദിരത്തിൽ നിന്ന് അല്ലാതെയൊക്കെ വീട്ടിലൊക്കെ ആളുകൾ വന്നാലും അവരെല്ലാം അവരെന്തിനാണോ വന്നത് അവർ വരുന്നതിന് അപ്പോഴേ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് അവരല്ല നിൽക്കുന്നത്, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈശോയാണ്. ഈശോ എനിക്ക് ഞാൻ ഉടുത്തില്ല, അല്ലെങ്കിൽ ഞാൻ ആഹാരം കഴിച്ചില്ല, നീ എന്നെ ഉടുപ്പിച്ചു. അപ്പോൾ ആര് വീട്ടിൽ എന്തിനു വന്നാലും എൻ്റെ മനസ്സിൽ ആ വരുന്നവരെ പ്രതിരൂപമല്ല വരുന്നത്, ഈശോയാണ് ആ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കാണുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ, കാരണം നമ്മളറിയാതെ നമ്മളെ തമ്പുരാൻ നമുക്ക് തരുന്നുണ്ടെങ്കിൽ ആ തരുന്നതിൻ്റെ ഒരു വിഹിതം അതില്ലാതെ വരുന്നവന് നമ്മൾ കൊടുക്കുന്നതിൽ അതിനേക്കാൾ വലിയൊരു പുണ്യപ്രവൃത്തി വേറൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രം. ആദ്യം ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ പത്രം എനിക്കും കൊടുക്കാൻ ഒരു മടിയും ചമ്മലും ഒക്കെ ആയിരുന്നു. പക്ഷേ ആദ്യം ഞാൻ എൻ്റെ അയൽഭവനങ്ങളിലൊക്കെയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അച്ഛനിവിടെ പറയും അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പം ഞാൻ പിന്നെ ആ പത്രവുമായിട്ട് ഹോസ്പിറ്റലുകളിലും അല്ലാതുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അവർക്കും എല്ലാം പത്രങ്ങൾ കൊടുക്കും. ഈശോയും മാതാവിനെ അവരോട് പറയും എനിക്ക് കിട്ടിയ സൗഖ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു സാക്ഷ്യങ്ങളിലൂടെ ഓരോരുത്തർക്ക് അമ്മ മാതാവും ദൈവകുമാരൻ എന്തൊക്കെയാണ് കൊടുത്തത് ആ പത്രങ്ങളിലൂടെ വായിച്ചു നോക്കണം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എന്തിതാണോ നിങ്ങൾക്ക് നടക്കാനുള്ള അത് ദൈവമാതാവും അമ്മ തിരുക്കുമാരൻ വഴി നിങ്ങൾക്ക് നേടിത്തരും. അച്ഛൻ്റെ ധ്യാനം അതെല്ലാ ചൊവ്വാഴ്ചയും ഉപവാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. അത് ഒരുങ്ങി തന്നെയായിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ ഇവിടെ ഈ ഇടയ്ക്ക് ടോക്കിൽ പറഞ്ഞു, ഒരുങ്ങിയിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കുളിച്ച് വൃത്തിയായി ഇരുന്നിട്ട് മനസ്സ് ശുദ്ധമല്ലെങ്കിൽ പിന്നെ ഒരുങ്ങിയിരുന്നിട്ട് പ്രയോജനമില്ല എന്ന് അച്ഛൻ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സ്വാഭാവികം ചിരിയും വന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ ഫസ്റ്റ് ഞാൻ വരുന്നത് പോലും 3-4 ദിവസത്തെ ഉപവാസം എടുത്തതിന് ശേഷമാണ് അമ്മമാതിൻ്റെ തിരുനടയിൽ പോലും ഞാൻ കാലുകുത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ അച്ഛൻ്റെ ധ്യാനം കേൾക്കാനിരുന്നാലും ഉപവാസത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നതും. ഇപ്പോഴും ഞാൻ അച്ഛൻ്റെ ധ്യാനം അതുപോലെ തന്നെ അത് ഭക്തി ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും അത് കാണുന്നത്. ചില സമയത്ത് നമ്മുടെ മനസ്സിൽ നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുന്ന അതായിരിക്കും ചിലപ്പോൾ അച്ഛനിലൂടെ ദൈവം പറയുന്നത്. അപ്പോൾ ഞാൻ ഇതായിരുന്നല്ലോ ഇപ്പം ചിന്തിച്ചത്, ഈശോ അത് പെട്ടെന്ന് സംഭവം ഒരു ഇല പോലും ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ. നമ്മളിപ്പോൾ ചിന്തിക്കുന്നു, ഇപ്പം ഞാനിവിടെ നിൽക്കുന്നു പറയും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു അത് എന്ത് പോലെയായാലും അതെല്ലാം ദൈവം അറിയാതെ ഇവിടെ ഒന്നും നമുക്കൊന്നും. അപ്പോൾ എനിക്കും എൻ്റെ ഭവനത്തിനും അമ്മ മാതാവും തിരുക്കുമാരനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി, സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഇനിയും ഞാൻ അടുത്ത വർഷവും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ ഉടമ്പടിയിലായിരിക്കും ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ. അടുത്ത വർഷവും എൻ്റെ അമ്മ മാതാവ് പുതിയ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യത്തിനായിട്ട് എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ജനുവരിയിൽ ഞാൻ ഇവിടെ വരും. അത് പൂർണ്ണ വിശ്വാസവും പ്രത്യാശയോടും കൂടി ഞങ്ങൾ കാത്തിരിക്കുന്നതാണ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.